മാന്നാർ മച്ചാനത്തിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൃഥ്വിരാജിനെതിരെ ഒരു യുവമോർച്ച നേതാവായ കെ ഗണേശിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഇച്ചിരി പ്രശ്നമായിട്ടുണ്ട്. അതാണിപ്പം ന്യൂസിലും കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. പൃഥ്വിരാജാണെങ്കിൽ ഭീകര സംഘടനകളുമായിട്ട് ബന്ധമുണ്ടോ, അതേപോലെ തന്നെ പൃഥ്വിരാജിന്റെ വിദേശ ബന്ധങ്ങൾ ശരിക്കും ഒന്ന് അന്വേഷിക്കണം എന്നൊക്കെ പറഞ്ഞുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇട്ടിരിക്കുന്നത്. ഇതിപ്പം വന്നതിന് കാരണം തന്നെ നമുക്കറിയാവുന്നതാണ് എമ്പുരാൻ സിനിമ കണ്ടാൽ നമുക്കറിയാം. അതിനകത്ത് ഒരിക്കലും ഒരു പാർട്ടിയെ മാത്രം ടാർഗറ്റ് ചെയ്ത് അവർ സംസാരിച്ചിട്ടില്ല. എല്ലാവർക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഈക്വലായിട്ടാണ് പോകുന്നത്. ഇപ്പം നായകൻ ഏത് പാർട്ടിയുടെ കൂടാണോ നിൽക്കുന്നത് അതിനകത്ത് തന്നെ കള്ളന്മാരുള്ള രീതിക്കാണ് ഈ ഒരു സിനിമയ്ക്കത് കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ആ ഒരു നമ്മൾ മാർക്കോടെ കേസ് വന്നപ്പോഴും പറഞ്ഞതാണ്, വയലൻസിൻ്റെ ഒരു കാര്യം വന്നപ്പം ഒരു സിനിമ തുടങ്ങാൻ നേരം അത് എഴുതി കാണിക്കുന്നുണ്ട്. ഈ സിനിമയിലെ കഥാപാത്രങ്ങളും കാര്യങ്ങളും എല്ലാം സാങ്കല്പികം മാത്രമാണെന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഇതൊക്കെ കാണിച്ചിട്ടും ഇവർ പിന്നെയും ഇങ്ങനെ ഒരു സംഭവം പറയുന്നത് നമുക്ക് എന്തിനാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. സിനിമയെ നമ്മൾ ആദ്യം സിനിമയായിട്ട് കാണാനാണ് പഠിക്കേണ്ടത്. പിന്നെ അവർക്കത് കണ്ട് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. അവർക്ക് ചിലപ്പം കൊള്ളേണ്ട രീതിക്ക് കൊള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ ഫീൽ ചെയ്തത്. പിന്നെ ഈ ചിത്രം കാണുകയാണെങ്കിൽ തന്നെ നമുക്കറിയാം ഇതിന് സെൻസർ ബോർഡ് ആകെ ഇതിൽ കട്ട് ചെയ്തിരിക്കുന്നത് 2 ഇതാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം 3 മണിക്കൂറുള്ള ഈ സിനിമയ്ക്കകത്ത് ആകെ കട്ട് ചെയ്തിരിക്കുന്നത് രണ്ട് സീനാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോഴേ നമുക്കറിയാം സെൻസർ ബോർഡ് ഇത് കണ്ട് അവർക്കത് ഓക്കെ ആണ് തോന്നിയിട്ടാണ് അവർ ഇറക്കിയത്. അപ്പോൾ അത്രയും ക്ലാരിറ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് ഈ പടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പടം എടുത്തു വെച്ചിരിക്കുന്ന രീതി, ഓരോ കാര്യമാണെങ്കിലും അത്ര വ്യക്തമായിട്ടാണ് പറയുന്നത്. ഇതിലെന്താണ് പ്രശ്നം എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. രാഷ്ട്രീയം ബേസ് ചെയ്തൊരു സിനിമ എടുക്കുമ്പം അവർ രാഷ്ട്രീയ പാർട്ടികളെയും ഒക്കെ കാണിച്ച് അവരിപ്പോൾ ഓരോ രീതിക്ക് അവരെ കാണിക്കേണ്ടി വരും. അപ്പം നമ്മളത് ചിലപ്പം ഒരിക്കലും പുള്ളിക്കാരനാണെങ്കിൽ ഇത് ഒന്നും ചിന്തിക്കാതെ പറയാതെ ഒന്നും എടുക്കുകയല്ല. പിന്നെ ഓരോരുത്തരുടെ പേര് പറയുകയാണെങ്കിൽ പോലും അത് അത്യാവശ്യം രീതിക്ക് ചേഞ്ച് ചെയ്തിട്ടൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത്. നമ്മൾ എന്തിനാണ് അങ്ങനെ ഒരു തലത്തിലേക്ക് ചിന്തിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമുക്കിത് കാണുമ്പം നമ്മളത് കാണുക, എൻജോയ് ചെയ്യുക, തിരിച്ചു പോരുക, അത്രയേ ഉള്ളൂ കാര്യം. അല്ലാതെ ഇപ്പം നമ്മളെ ഏതെങ്കിലും ഒരു വലിയൊരു നേതാവിനെ ഉദ്ദേശിച്ചോ ഒന്നുമല്ല ഈ പറയുന്നത് എടുക്കുന്നതും ഒന്നും. നമ്മൾ ആ ഒരു പടത്തിൽ നമ്മൾ എന്താണോ ഉള്ളത് അത് കണ്ട് എൻ്റർടൈൻ ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോരാന്നുള്ളതാണ് നമ്മുടെ ജോലി. പിന്നെ ഇപ്പം പ്രത്യേകമായിട്ട് ഇപ്പോൾ ഒരു പാർട്ടിയിലുള്ള ആൾക്കാർ ഇത് കണ്ട് അവരിങ്ങനെയാണ് മറ്റേതാണ് മാടയാണെന്നൊക്കെ പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇദ്ദേഹം വേറൊരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൃഥ്വിരാജിൻ്റെ സിനിമകൾ ഇതുപോലത്തെ സിനിമകളാണ്. അതായത് പാർട്ടിയും കാര്യങ്ങളൊക്കെ ഒരു കളിയാക്കിയുള്ള രീതിക്കും എതിർത്തുള്ള രീതിക്കുള്ള ചിത്രങ്ങളാണെന്നാണ് ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പുള്ളി എക്സാമ്പിളായിട്ട് പറഞ്ഞ ചിത്രങ്ങളാണ് നമ്മുടെ ജനഗണമനയാണ് എക്സാമ്പിളായിട്ട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പൃഥ്വിരാജ് അഭിനയിച്ച കുരുതി എന്ന് പറഞ്ഞ സിനിമയെ ജനഗണമനയാക്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതാണ്. നമ്മൾ ഒരിതും, അതായത് നമുക്കതിൽ എന്താണ് നമുക്ക് അതിലെ പൊളിറ്റിക്സ് ഇഷ്ടപ്പെട്ടത്, എന്താണ് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഒരാൾക്ക് നീതി മേടിച്ച് കൊടുക്കുന്നതാണ് അതിലെ മെയിൻ പൊളിറ്റിക്സ്. അല്ലാതെ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ നമ്മൾ സിനിമയായിട്ട് കണ്ടു കഴിഞ്ഞാൽ തീരാവുന്നൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ജനഗണമന അത്രത്തോളം ആൾക്കാർ ഏറ്റെടുത്തൊരു ചിത്രമാണ്. പിന്നെ നമ്മൾക്കറിയാം ഇഷ്ടം പോലുള്ള പാർട്ടിയും കാര്യങ്ങളും ഉണ്ട്. ഈ ഒരു പാർട്ടിയിൽ നല്ല രീതിക്ക് ഭയങ്കര മാന്യമായിട്ട് പോകുന്ന ഏതെങ്കിലും ഒരു പാർട്ടി നമുക്ക് കാണിച്ചു തരാൻ പറ്റുമോ? ഒരു പാർട്ടി അങ്ങനെ കാണിച്ചു തരാനായിട്ട് ഒരു പാർട്ടിയില്ല. എല്ലാ പാർട്ടിയിലും അവരുടേതായിട്ടുള്ള രീതിക്കത്തെ നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, അതേപോലെ തന്നെ ചീത്ത വശങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മളത് കാണുമ്പം നമുക്കങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് ആ പാർട്ടി എന്ന് പറഞ്ഞ് ചത്ത് കിടക്കുന്ന ആ ഒരു ഫീൽ ഉള്ളത് കൊണ്ട് മാത്രമാണ് അത്രയും അങ്ങ് അതിലോട്ട് ഇഴുകി ചേർന്ന് ഇത് പിടിച്ചിരിക്കുന്നത്. കാരണം അതിലോട്ട് ആ ഒരു സിനിമയിലോട്ട് ഇറങ്ങി അതിൻ്റെ സ്റ്റോറി, ഇതൊരു കഥയാണ്, ഇത് വെറുതെ മനുഷ്യരെ എൻ്റർടൈൻ ചെയ്യിക്കാൻ വേണ്ടി മാത്രം എടുത്തൊരു സംഭവമാണ് എന്ന് പറഞ്ഞ് നമ്മളത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നവും വരത്തില്ല. അല്ലാതെ അത് ചകഞ്ഞ് അതിലെ പാർട്ടി ഇവരെ ഇങ്ങനെ പറയുവാണ്, അവരെ മറ്റേ രീതിക്കാണ് പറയുന്നത്, ഇത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ് പറയുന്നത്, ഇത് അവരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ടതായിട്ട് കാര്യമില്ല. ഇപ്പം പൃഥ്വിരാജിൻ്റെ വിദേശ ബന്ധങ്ങൾ അന്വേഷിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരനൊരു കുഴപ്പമില്ല. പിന്നെ ഇപ്പോൾ എമ്പുരാൻ ഇറങ്ങിയ ഒരു ടൈമും കൂടാണ്. ഇപ്പോൾ എമ്പുരാൻ്റെ പേര് ഇപ്പം തന്നെ ഏകദേശം ന്യൂസ് ചാനലിലാണെങ്കിൽ പല പ്രാവശ്യം എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവരാണെങ്കിൽ രാജ്യത്തോറും പോയാണ് ഈ സിനിമയ്ക്ക് പ്രമോഷൻ ചെയ്തത്. ഇതിപ്പം ഭയങ്കര ലാഭമായിട്ടുള്ള പരിപാടിയാണ്. പടം ഇറങ്ങി കഴിഞ്ഞിട്ടും ഭയങ്കര പ്രമോഷനാണ് ഇപ്പം ന്യൂസ് ചാനലിൽ ഈ സിനിമയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പൃഥ്വിരാജ് കുറച്ച് ബുദ്ധിയൊക്കെ ഉള്ള ആളാണ്. പുള്ളിക്കാരനപ്പോൾ അതൊരു സന്തോഷമാകുന്ന ഒരു കാര്യമായിരിക്കും. പിന്നെ ഇങ്ങനെയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ പുള്ളിക്കാരൻ അത് പേടിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമില്ല. അപ്പോൾ ഏതായാലും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഫ്രീ പ്രമോഷനാണ് ഇപ്പം ന്യൂസ് ചാനലുകളിൽ
നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതൊന്നും അധികം നാളൊന്നും നിലനിൽക്കില്ല. നമുക്കറിയാം എത്രയോ പ്രാവശ്യം നമ്മൾ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കണ്ടതാണ്. എന്നിട്ട് എന്തെങ്കിലും കാണിച്ചോ? ഒന്നും കാണിച്ചില്ല. വരും, അതുപോലെ അങ്ങ് പോകും. ഇതൊക്കെ ഒരു ടൈമാണ്. ഇതിപ്പോൾ നമ്മുടെ ഇൻഡസ്ട്രി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളർന്നു എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ. നമ്മൾ മാർക്കോ വന്നപ്പം ഇതുപോലായിരുന്നു, അതേപോലെ തന്നെ ഇപ്പം എമ്പുരാൻ വന്നപ്പോഴും ഇതുപോലാണ്. ഈ 2 ചിത്രങ്ങളും നമ്മുടെ ഇൻഡസ്ട്രി വന്നതിലെ ഏറ്റവും വലിയ 2 ചിത്രങ്ങളാണ്. നമ്മൾ തമിഴ് സിനിമയിലൊക്കെ പണ്ടാണെങ്കിൽ ഇതുപോലെ കമൽഹാസൻ്റെയും വിജയുടെയും ഒക്കെ സിനിമകൾ ഇറങ്ങുമ്പോൾ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പൊളിറ്റിക് ബേസ്ഡ് ആയിട്ടുള്ള ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം സൂര്യയുടെ ജൈവീം ഉൾപ്പെടെയുള്ള ചിത്രങ്ങളൊക്കെ ഭയങ്കര രീതിക്ക് പ്രശ്നങ്ങളുണ്ടായ സിനിമകളാണ്. അപ്പോൾ ആ സിനിമകളെല്ലാം ചർച്ചയായ സിനിമകളും ഭയങ്കരമായിട്ട് ആൾക്കാരിലേക്ക് ഇറങ്ങി ചെന്ന ചിത്രങ്ങളുമാണ്, അല്ലാതെ ചെറിയൊരു സിനിമ മാത്രമല്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഇൻഡസ്ട്രിയിലെ സിനിമകളും ഇപ്പം ഇങ്ങനെ ഈ ഒരു പ്രശ്നത്തിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതെന്ന് വെച്ചാൽ അതേ രീതിക്ക് തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിലെ സിനിമകളും വളർന്നു എന്നുള്ള ഒറ്റ കാരണമാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പം തന്നെ എമ്പുരാൻ എന്ന് പറഞ്ഞ ചിത്രമാണെങ്കിൽ ഏകദേശം 100 കോടി ക്ലബ്ബിലാണ് ഈ സിനിമ കയറിയിരിക്കുന്നത്. ആരും വെറും 2 ദിവസം കൊണ്ടാണ് 100 കോടി ക്ലബ്ബിൽ കയറിയിരിക്കുന്നത്. ഇപ്പം ഏകദേശം ഒരു 5 ദിവസത്തേക്കിനൊക്കെയുള്ള ടിക്കറ്റ്സൊക്കെ ഭയങ്കരമായിട്ട് ഫില്ലായി ബുക്കായി ഇരിക്കുകയാണ് ഓൾറെഡി. ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആ സിനിമയ്ക്ക് കുറച്ചും കൂടെ ഒരു ബൂസ്റ്റ് ചെയ്യുന്ന രീതിക്കാണ് ഇപ്പം ഈ ന്യൂസിലും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ 100 കോടി എന്നുള്ളതിനെയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളക്ഷൻ നല്ല രീതിക്ക് തന്നെ കയറാനും സാധ്യതയുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി, കെ ഗണേശ് എന്ന് പറഞ്ഞ നേതാവിൻ്റെ പേരോ അല്ലെ ആളിനെ എനിക്ക് ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ട് പോലും ഇല്ല, എനിക്ക് അറിയത്തുമില്ല. പക്ഷേ ഇപ്പം ഈ ഒരു എമ്പുരാൻ്റെ ഒരു വിഷയത്തിൽ പുള്ളി പോസ്റ്റ് ഇട്ടതോടെ പുള്ളിക്ക് നല്ലൊരു ഹൈപ്പ് കിട്ടിയിരിക്കുകയാണ്. ഇപ്പം ഏകദേശം ഇപ്പം അത്യാവശ്യം പുള്ളിയെ എല്ലാവരും അറിയുന്നുണ്ട്. പുള്ളിയുടെ പേരും 10,000 പ്രാവശ്യത്തോളം ഇപ്പം ന്യൂസ് ചാനലിൽ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല പുള്ളി എന്തോ വലിയ നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് പുള്ളിയുടെ പേര് ഇത്രയും പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം പുള്ളിക്കാരൻ ഇപ്പം നെഗറ്റീവ് അടിച്ചിട്ട് ഇപ്പം പുള്ളിക്ക് എന്തായാലും ഇത്ര ഒരു പബ്ലിസിറ്റി കിട്ടിയത് എന്തായാലും പുള്ളിക്കൊരു സന്തോഷമായി കാണും. ന്യൂസിൻ്റെ ഇപ്പം TV-യുടെ ഒക്കെ ഫ്രണ്ട് ചെയ്യുന്നത് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും ചിലപ്പം. എന്തായാലും ഇതൊന്നും ഒരു കാര്യമില്ല. ഇതൊന്നും ഈ സിനിമയോ അല്ലെങ്കിൽ പൃഥ്വിരാജിനെ ഒന്നും ഇതൊരു രീതിക്കും ബാധിക്കാനും പോകുന്നില്ല. ഈ സിനിമ ഇനിയും നല്ല രീതിക്ക് തന്നെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. പിന്നെ ഇതിൻ്റെ അടുത്ത ഭാഗം ഇറങ്ങും. അതിനകത്തും എല്ലാ പാർട്ടിക്കാർക്കും ഉള്ള രീതിക്ക് ഭാഗിച്ചുള്ള രീതിക്കാണെങ്കിൽ ഉള്ള കാര്യങ്ങളും കാണും. അതിലൊന്നും ഒരു മാറ്റവും കാണത്തില്ല. പുള്ളിക്കാരൻ എന്താണോ വിചാരിച്ചിരിക്കുന്നത് അത് തന്നെ പുള്ളിക്കാരൻ എടുത്ത് വെച്ചിരിക്കും. ആര് പറഞ്ഞെന്ന് പറഞ്ഞാലും അത് മാറ്റത്തതില്ല. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾ പുള്ളി പറയുന്നതിനോട് യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക.